നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക ചാപ്റ്റർ 1 ചന്ദ്ര റിലീസായിട്ട് 19 ദിവസമായി. ഇപ്പോഴും 200 തിയേറ്ററിൽ ഓടുന്നുണ്ട്. 300 കോടി കളക്ഷൻ മേടിച്ചു. ഇൻഡസ്ട്രി ഹിറ്റടിച്ച് മലയാള സിനിമയിലെ ടോപ്പ് കളക്ഷൻ ചെയ്യുകയാണ്. ഇനി ഇത് പൊട്ടിക്കണമെങ്കിൽ ദുൽഖർ തന്നെ വരേണ്ടി വരും. ഇതിപ്പം ദുൽഖർ 2 അവകാശമുണ്ട് ഈ പടത്തിൽ. ഒന്ന്, ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്തവിടെ 300 കോടി അടിച്ച്, അത് മലയാളത്തിൽ ടോപ്പ് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കിടക്കുന്നത് ദുൽഖറിൻ്റെ പേരിലാണ് നടക്കുന്നത്. അതായത് ഈ 300 കോടി കളക്ഷൻ മേടിച്ച പടം ദുൽഖറിൻ്റെ പേരിലാണ് നടക്കുന്നത്, ആ പ്രൊഡ്യൂസർ എന്ന നിലയിൽ. പിന്നെ ദുൽഖർ അതിനകത്ത് കാമിയോ റോൾ ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഗസ്റ്റ് റോളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാരണം ദുൽഖറിൻ്റെ പേരിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടോപ്പ് കിടക്കുന്നത് 300 കോടി കളക്ഷൻ മേടിച്ച് കിടക്കുന്നത് ദുൽഖർ സൽമാൻ എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ കയ്യിലാണ് 300 കോടി കിടക്കുന്നത്. ആ 300 കോടി പൊട്ടിക്കണ ഇനി എത്ര കഷ്ടപ്പെടുന്ന ഓരോ നടന്മാർ കുതിച്ചുകൊണ്ടിരിക്കുക. 50 ദിവസമായി വീട്ടിൽ ഇറങ്ങിയിട്ട് ഇപ്പോഴും OTT വിട്ടു കൊടുത്തില്ല. ദുൽഖർ പറഞ്ഞത് OTT ഇപ്പം ഞാൻ വിട്ടു കൊടുക്കില്ല മക്കളെ, നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണൂ, കണ്ട് ആസ്വദിക്കൂ. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. തിയേറ്ററിൽ നിന്ന് ഇത് റണ്ണിങ് അവസാനിപ്പിക്കുന്നു, അന്ന് OTT കൊടുക്കത്തുള്ളൂ. അത് മതി. അല്ല ബാക്കിയുള്ള പ്രൊഡ്യൂസറെ പോലെ ഒരു മാസം കഴിഞ്ഞ ഉടനെ OTT വിട്ടു കൊടുക്കും കാശുണ്ടാക്കാൻ വേണ്ടി. ആ പരിപാടി ദുൽഖർ ചെയ്തില്ല. ദുൽഖർ സൽമാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ OTTയിൽ പോകാതെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാനാണ് പറയുന്നത്. അതുകൊണ്ടല്ലേ 50 ദിവസമായിട്ടും 200 സ്ക്രീനിൽ ഇപ്പോഴും ഓടുന്ന പടം. 200 തിയേറ്ററിൽ ഇപ്പോൾ ഓടുന്നില്ല പടം. അത് കാന്താരയൊക്കെ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും അത് കാന്താര ഇറങ്ങിയതേ ഉള്ളൂ, എന്നിട്ട് ഓടുന്നില്ലേ? എല്ലാ തിയേറ്ററിലും ഉണ്ട്. 200 തിയേറ്റർ ഓടുന്ന നിസ്സാര കാര്യമാണ്. 50 ദിവസം എന്തിന്? ഒരു സിനിമ 50-ാം ദിവസം ഓടുന്ന തന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. സത്യസന്ധമായിട്ട് 50 ദിവസം ഓടുന്ന ഒരു പടം ലോകമേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം. അതിന് മുമ്പാണ് ഒരു പടവും 50 ദിവസം ഓടിയിട്ടില്ല. പണ്ടൊക്കെയാണ് റണ്ണിങ് നോക്കുന്നത്, കളക്ഷൻ നോക്കത്തില്ല. ഇപ്പം റണ്ണിങ് അല്ല കളക്ഷൻ നോക്കുന്നത്. പക്ഷെ ലോക 2 ഉണ്ട്, റണ്ണിങ് ഉണ്ട്, കളക്ഷൻ ഉണ്ട്. അതായത് ഓടുന്നുകൊണ്ട് നല്ല കളക്ഷൻ കിട്ടുന്നുണ്ട്. 50 ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പടം ഓടുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. പിന്നെ ഓരോ പടങ്ങളൊക്കെ വിജയിച്ചെന്ന് പറഞ്ഞ് 50 ദിവസം ഓടി എന്ന് പറഞ്ഞാൽ 50 കോടി 100 കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ ചെയ്യുന്നത് അതൊക്കെ ചുമ്മാ പറഞ്ഞേ. 50 ദിവസം ഓടി 20 ദിവസം ഓടി കഴിഞ്ഞ് 50 ദിവസം ഓടി എന്ന് പറഞ്ഞ് പോസ്റ്റ് അടിച്ചിറക്കും. അതൊക്കെ ചുമ്മാ. ഇതൊക്കെയാണ് സത്യസന്ധമായിട്ട് 50 ദിവസം ഓടി എന്ന് പറഞ്ഞത്. കാരണം നമുക്കറിയാം, ആ ഡേറ്റ് വെച്ച് നോക്കിയാൽ മതി, ഇറങ്ങിയിട്ട് റിലീസ് ഡേറ്റ് വെച്ച് നോക്കിയാൽ മതി 50 ദിവസം ആയില്ലോ എന്ന്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ലോകം എത്ര ദിവസമാണ്. ഇപ്പോഴും 200 തിയേറ്ററിൽ ഓടുന്നുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള റണ്ണിങ്ങാണ്. അല്ല മറ്റുള്ള പടങ്ങളിലുള്ള 15 ദിവസം ഓടിയിട്ട് 50 ദിവസം അതിന് പോസ്റ്റ് അടിച്ചെടുക്കുക. ആ പരിപാടി ഒന്നും ദുൽഖർ ചെയ്തില്ല. പിന്നെ സത്യസന്ധമായിട്ട് കളക്ഷനും ഒരു തള്ളുമില്ല. ദുൽഖർ സൽമാൻ സോളോ നായനായിട്ട് അഭിനയിച്ച 100 കോടി ക്ലബ്ബ് പടമാണ് ലക്കി ഭാസ്കർ. അത് സത്യസന്ധമായിട്ട് കളക്ഷനാണ്. മറ്റുള്ള നടന്മാരെ പോലെ തള്ളി കയറ്റിയ കളക്ഷനല്ല. ദുൽഖർ സൽമാൻ എന്ന നടനെന്ന രീതിയിലും ദുൽഖർ സൽമാൻ എന്ന പ്രൊഡ്യൂസർ രീതിയിലും മലയാളത്തിലെ ടോപ്പ് കളക്ഷൻ നിൽക്കുകയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. പിന്നെ ഈ 100 കോടി അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ 100 കോടി അടിക്കണമെന്നില്ല. ഇന്ത്യൻ സിനിമയിൽ ഏതെല്ലാം അഭിനയിച്ച് 100 കോടി അടിച്ചായി. അല്ല മലയാളത്തിൽ ഇല്ലല്ലോ 100 കോടി എന്നൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ത്യയിൽ ഏത് ഭാഷ അഭിനയിച്ചാലും 100 കോടി അടിച്ചോ, അത് അവരുടെ പേരിലുള്ള ആണല്ലോ, സോളോ നായനാണല്ലോ. അല്ല മലയാളത്തിൽ തന്നെ 100 കോടി വേണമെന്നൊന്നും ഇല്ലല്ലോ, ഇന്ത്യൻ മണിയല്ലല്ലോ. അപ്പോൾ അത് പറയുന്നതോട് ഞാൻ പറയാ, ദുൽഖറിന് മലയാളത്തിൽ 100 കോടി ഇല്ലെന്ന് പറയുന്നത് ഞാൻ പറയാം. 300 കോടി ഉണ്ട് ലോക. പിന്നെ മലയാളം കൂട്ടേണ്ട കാര്യമില്ല. ഇന്ത്യൻ സിനിമ അഭിനയിച്ചോ 100 കോടി അടിച്ചിട്ടുണ്ടോ, അത് അവരുടെ പേരിലുള്ളതാണ്. സോളോ നായനുമാണ്, അത് ലക്കി ഭാസ്കറിലൂടെ. അപ്പോൾ ദുൽഖറിനൊരു 100 കോടി ഉണ്ട്, ഒരു 300 കോടി ഉണ്ട്. അപ്പോൾ ദുൽഖർ സൽമാൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലോക ചാപ്റ്റർ 1 ചന്ദ്ര കഴിഞ്ഞ് ഇനി അടുത്ത ചാത്ത വരുന്നുണ്ട്. അത് മിക്കാൻ 500 കോടി പോവും. പിന്നെ ഹിറ്റ്ലറിൻ്റെ പരിപാടിയാണ് ഇവരുടെ തേർഡ് ഓഡിയൻ്റെ പരിപാടി. അത് 1000 കോടി കളക്ഷൻ ഉറപ്പാണ്. അത് വലിയ ഇംഗ്ലീഷ് മോഡൽ നടന്മാരും ഇംഗ്ലീഷ് മോഡൽ പടമൊക്കെ ആയിരിക്കും. ഇത് ഇംഗ്ലീഷ് മോഡൽ പടമാണ്. എന്തായാലും നമ്മുടെ ചന്ദ്ര എന്നുള്ള തകർത്തിട്ടുണ്ട്.